പുലിപ്പേടിയിൽ പത്തനംതിട്ടയിലെ കൂടൽ ഇഞ്ചപ്പാറ നിവാസികൾ കഴിഞ്ഞ ദിവസം വീടിന് സമയത്ത് രാക്ഷസൻ പാറയിൽ പുലിയിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പുലിയെ പിടിക്കാൻ ഉടൻ കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൂടൽ ഇഞ്ചപ്പാറയിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് മിനിഞ്ഞാന്ന് വൈകിട്ട് 6:30 നാട്ടുകാർ പുലിയെ കണ്ടത്. ഈ പ്രദേശവാസിയായ മനോജിന്റെ മകൻ ആത്മജാണ് ഈ പുലിയെ കണ്ടത്. മനോജിന്റെ മകൻ ആത്മജ് പകർത്തിയ ദൃശ്യങ്ങൾ ഇന്നലെ 24 നൽകിയിരുന്നു. ദൂരെ നിന്ന് പകർത്തിയ വിദൂര ദൃശ്യങ്ങളായിരുന്നു. പക്ഷേ ആത്മജ് ഇറങ്ങി ഇവിടെ ഈ പ്രദേശത്തേക്ക്, നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് എത്തിയപ്പോഴേക്കും പുലി നടന്ന് നീങ്ങിയിരുന്നു. കൃത്യമായ രീതിയിൽ അത് പുലിയോ കടുവയോ തന്നെ ആകാമെന്ന് കൃത്യമായ രീതിയിൽ അവർ പറയുന്നുണ്ട്. ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരമറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആത്മജും അദ്ദേഹത്തിന്റെ പിതാവും നമ്മോടൊപ്പം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ചേരുന്നുണ്ട്. ആത്മജ് വിദ്യാർത്ഥിയാണ്, BCA വിദ്യാർത്ഥിയാണ്. ആത്മജിന് കുറച്ച് താറാവുകളും കോഴികളും ഒക്കെ ഉണ്ട്, ഒരു ഫാം നടത്തുന്നുണ്ട്. ആത്മജ്, എങ്ങനെയാണ് ഇത് പുലിയാണെന്ന് തോന്നിയത്? ഇത് കണ്ടിന്യൂസ് ഒരു 3-4 ദിവസം കൊണ്ട് ഇവിടെ ഭയങ്കര സൗണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്നാലും സൗണ്ട് നല്ല വ്യക്തമായിട്ട് കേൾക്കാം. അപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസം വൈകിട്ടായപ്പോൾ ഭയങ്കര സൗണ്ടായി. അപ്പം ഞാൻ അവിടുന്ന് കയറി വന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതിവിടെ കിടക്കുമായിരുന്നു. വാലൊക്കെ പാറയിലോട്ട് കിടന്നിട്ട് ഇതവിടെ ഇങ്ങനെ കിടക്കുക. അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചു. അന്നേരം തന്നെ ഫോറസ്റ്റുകാരെ അറിയിച്ചു. ഫോറസ്റ്റുകാർ വന്നു. അവരെ രാത്രി തന്നെ നോക്കി. അവരിപ്പോൾ വന്ന് ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. ക്യാമറ ഇതിൽ മേളിൽ ഇന്നലെ കൊണ്ടുവന്ന് അവർ ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാത്തറിയാനെ കൊണ്ട് ഇതിൻ്റെ മേളിൽ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ താറാവുകളും ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഓരോ ദിവസം മാറുന്നതിനനുസരിച്ചും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കുളമുണ്ട്, അപ്പോൾ ഇതിൻ്റെ അകത്താണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം വരുന്നതിനനുസരിച്ച് 2-3 വെച്ച് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്. കൂട് സ്ഥാപിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ആവശ്യം? കൂട് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. കാരണം ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ വലിയൊരു ഭീതിയിലാണ്. കാരണം ഇപ്പം ഉദ്യോഗസ്ഥർ പോലും സമ്മതിക്കുന്നുണ്ട്, ഇത്രയും സൈസായിട്ടുള്ള ഒരു പുലിയെ, അല്ലെങ്കിൽ പുലിയാണോ കടുവയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത്രയും സൈസിലുള്ള ഒരു മൃഗത്തെ ജനവാസ മേഖലയിൽ അവരും ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നു. അവർക്കും അതിൻ്റെ ഉള്ള ആശങ്കയുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഏതാണ്ട് ഒരു വർഷം മുൻപ് ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. അന്ന് വലിയ പരിശോധനകൾക്കൊക്കെ ശേഷം ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. ആ കൂട്ടിൽ ഇതിന് തൊട്ടപ്പുറത്തെ മേഖല തന്നെയാണ് ഒരു പുലി പെട്ടിരുന്നു. അതിനോടൊപ്പം ഉണ്ടായിരുന്ന അന്ന് ആ ഘട്ടത്തിൽ 2-3 പുലികൾ ഈ പ്രദേശത്തുണ്ട് എന്ന് നാട്ടുകാർ പരാതി പറഞ്ഞിരുന്നു. ഒപ്പമുള്ള പുലി തന്നെയായിരിക്കാമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ കണക്കാക്കുന്നത്. വനംവകുപ്പ് അങ്ങനെ ഉള്ളൊരു പരിശോധന തന്നെയാണ് നടത്തുന്നത്. നടുവത്താമുടി റേഞ്ചിന് കീഴിലെ പാടം സ്റ്റേഷൻ പരിധിയിലാണ് ഈ പ്രദേശമുള്ളത്. എന്തായാലും നാട്ടുകാർ ഭീതിയിലാണ്. വളർത്തുമൃഗങ്ങൾ മാത്രമല്ല, ആളുകളും നിരവധി മേഖലകളിലേക്കൊക്കെ സഞ്ചരിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് അടിയന്തര നടപടി വേണം. വനംവകുപ്പ് കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സഞ്ജയ് ഇക്ബാലിനും അനുവിളകളോനും ഒപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.